ആദ്യമായിട്ടാണ് ഒരു സദ്യ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ChatGPTയുടെ ഹെൽപ്പ് എനിക്ക് വേണം. ക്യാബേജ് തോരൻ, അവിയൽ, സാമ്പാർ, മോരുകറി, മെഴുക്കുവരട്ടി, പിന്നെ പച്ചടി, പായസം, പരിപ്പ്. ഓക്കെ, വിചാരിക്കുന്നത് പോലെ അത്ര ഈസിയൊന്നുമല്ല. ഞാനിപ്പോൾ പാതി പോലും ആയില്ല, ഇനി എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന്. സദ്യയുടെയൊക്കെ മണം വീട്ടിൽ വന്നാലേ ഓണം വന്നു എന്നുള്ളൊരു ഫീല് വരൂ എന്ന് വിചാരിച്ച് എൻ്റെ അഹങ്കാരത്തിന് ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കാൻ ഏറ്റു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണ ദിന ആശംസകൾ. ഓ മൈ ഗോഡ്, ഇത് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയത്? സൂപ്പറായിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി കോപ്പികാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉത്രാടമാണ്. ഞാനും ഉത്രാട പാച്ചിലാണ്. ആദ്യത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചത് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രണ്ടാമത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓണസദ്യയുടെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്ന് തന്നെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ. സോ ദാറ്റ് തിരുവോണത്തിൻ്റെ അന്ന് എനിക്ക് അധികം പണിയെടുക്കാതെ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തുടങ്ങിയാലോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സദ്യ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ChatGPTയുടെ ഹെൽപ്പ് എനിക്ക് വേണം. ആസ് യൂഷ്വൽ ഞാൻ ChatGPTയോട് അപ്രോച്ച് ചെയ്തു. അപ്പോൾ പുള്ളി തന്ന റെസിപ്പീസാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. നോക്കാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ പ്ലാനിൽ ക്യാബേജ് തോരൻ, അവിയൽ, സാമ്പാർ, മോരുകറി, മെഴുക്കുവരട്ടി, പിന്നെ പച്ചടി, പായസം, പരിപ്പ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടുന്ന പച്ചക്കറീസൊക്കെ അങ്ങ് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിനും പരിപ്പ് കറിക്കുള്ള പരിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞാൻ പച്ചക്കറിയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അക്കോർഡിംഗ് ടു ChatGPT ഇതെല്ലാം ഉണ്ടാക്കാൻ 2 മണിക്കൂർ മാത്രം മതി എന്നാണ് പറയുന്നത്. ChatGPTക്ക് അറിയില്ലല്ലോ ഞാനാണ് ഉണ്ടാക്കുന്നതെന്ന്. ബട്ട് നോക്കാം, ഐ വിൽ ട്രസ്റ്റ് ChatGPT. പുള്ളി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നതും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. ആൻഡ് സദ്യ എനിക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഈസ് നോട്ട് എ വെരി ബിഗ് ഫാൻ ഓഫ് സദ്യ. അപ്പോൾ പുള്ളി എന്തായാലും ഇതിൽ പകുതി മുക്കാലും കഴിക്കാൻ പോകുന്നില്ല. ഞാൻ നിർബന്ധിച്ചാൽ വല്ലതും കഴിച്ചാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഉണ്ടാക്കണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതെല്ലാം ChatGPT പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്കായിട്ടൊരു ബോധം വേണമല്ലോ. അപ്പോൾ ഞാൻ ഫുൾ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ, എന്തൊക്കെ എടുക്കണം, അളവെടുക്കണം എന്നൊക്കെ ഉള്ള. ഞാൻ പിന്നെ എൻ്റെ അമ്മയോടൊക്കെ വിളിച്ച് ചോദിച്ചു പച്ചടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. കാരണം ChatGPT ഇവിടെ വേറെ ഒരു റെസിപ്പി പറഞ്ഞു. എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ആ സെയിം പച്ചടിയാണ് വേണ്ടത്. ഒരു ചെറിയ ഉള്ളിയാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ വലിയ ഉള്ളി പോലില്ലേ ഇത്. ആദ്യമേ ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് കഴുകി അരിഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കണ്ണീന്ന് വെള്ളം വരുന്ന ഈ പച്ചടിയൊക്കെ എൻ്റെ പ്ലാനിലില്ലായിരുന്നു. പിന്നെ എന്തിനാ അത് മാത്രമായിട്ട് മിസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
അങ്ങനെ പച്ചക്കറി ഓരോന്നോരോന്നായിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. ഞാൻ എത്ര അളവെടുക്കണം ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ChatGPTനെയൊക്കെ അങ്ങ് വിട്ടു കേട്ടോ, കാരണം എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് പറ്റുന്നില്ല. ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അവിയലിന് എത്ര ക്യാരറ്റ് എടുക്കണം? ChatGPT പറഞ്ഞത് ഒരു 1/2 ക്യാരറ്റ്, എനിക്ക് വേണ്ടിയിട്ട് 1/2 ക്യാരറ്റ് മാത്രം മതി എന്നൊക്കെയാണ്. അപ്പം അതിനനുസരിച്ചൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ എന്തോ ഒരു വശപ്പശൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഞാനാണല്ലോ കുക്ക് ചെയ്യുന്നത്. സാമ്പാറിനുള്ളതും അവിയലിനുള്ളതും കൂടെ അളവനുസരിച്ച് ഇടുവാണ് ഞാനിപ്പം. എൻ്റെ കറക്റ്റ് അളവൊന്നുമല്ല, എല്ലാ പച്ചക്കറിയും ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്പാണ്. എങ്ങനെയായാലും ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇപ്പൊ പോയേനെ. അങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തു. ഇനി ഞാൻ അരയ്ക്കാൻ പോവാണ്. പരിപ്പിനും അവിയലിനുമുള്ള അരപ്പ്. പരിപ്പ് കറി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് സാമ്പാർ ഓർ അവിയൽ വെക്കാൻ പോവാണ്. ഗൈസ്, ഇത് വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ഒന്നും അല്ല. ഞാനിപ്പോൾ പാതി പോലും ആയില്ല. ഇനി എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് എനിക്ക് എന്തോ പോലെ ആവുന്നു കേട്ടോ. നോക്കാം. ഞാനിപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം മീൻവൈൽ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. സദ്യയുടെയൊക്കെ മണം വീട്ടിൽ വന്നാലേ ഓണം വന്നു എന്നുള്ളൊരു ഫീല് വരൂ എന്ന് വിചാരിച്ച് എൻ്റെ അഹങ്കാരത്തിന് ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കാൻ ഏറ്റു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഈ പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കാതിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു. അപ്പം മീൻവൈൽ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട്. ഇനി അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, പച്ചടി. ഞാൻ കുറച്ച് കഷ്ടപ്പെടും. ക്യാബേജ് തോരൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ വീഡിയോ എടുക്കാൻ വിട്ടു പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ് ഇപ്പം. അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷനായി എനിക്ക് എന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ഉണ്ടാക്കിയിട്ട് കാണാമേ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ പച്ചടിയും കൂടെ ഉണ്ടാക്കി അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇന്നത്തെ കലാപരിപാടി. ഇനി നാളെയാണ് ബാക്കി ഉണ്ടാക്കുന്നത്, അതായത് മെഴുക്കുവരട്ടി, പായസം, ചോറ്, മോരുകറി. അപ്പോൾ ഇത്രയും ഐറ്റംസ് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ സമയം 9 മണിയായി. എന്നോട് ChatGPT പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാമെന്നാണ്. പക്ഷെ എനിക്കത് 3 മണിക്കൂർ എടുത്തു കേട്ടോ. ChatGPTക്ക് അറിയത്തില്ലല്ലോ ഇത് ഞാനാ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഇനി കടുവറുത്ത് പച്ചടിക്ക് ഇട്ടാൽ മാത്രം മതി. ഇത് പച്ചടി ആണോ എന്ന് വെച്ചാൽ അല്ല കേട്ടോ, ഏതോ ഒരു കറി. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേ പരിപ്പിന് അല്പം വെള്ളം കുറഞ്ഞു. പിന്നെ സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി. ഇനി നേരെ തിരുവോണത്തിൻ്റെ അന്ന് കാണാം കേട്ടോ. ഇതേ അടുക്കള ഒരു ഡിസ്ട്രക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഭയങ്കര അലങ്കോലമാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ രാവിലെ വൃത്തിയാക്കിയതേ ഉള്ളൂ, ഇനി ഒന്നുകൂടെ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ഉറങ്ങുമ്പോഴത്തേനും ഒരു 10-11 മണി എന്തായാലും ആവും.
അടുക്കള ഞാൻ പഴയതുപോലെ ആക്കി തീർത്തിട്ടുണ്ട് സംഹൗ. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിരുവോണദിന ആശംസകൾ. അപ്പോൾ ഇന്നലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു 10-12 മണിയായി കേട്ടോ. പിന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു, ഒരു 7 മണിയായി. പിന്നെ ഞാൻ ചടപടയെന്ന് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കി. അതായത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ മോരുകറിയും പിന്നെ ചോറും ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അത്തപ്പൂക്കളൊന്നും ഇട്ടില്ല കേട്ടോ. ഇവിടെ ധാരാളം പൂക്കളുണ്ട്, മുക്കിന് പൂക്കളുണ്ട്. പക്ഷെ തൊടാൻ പറ്റത്തില്ല, കാരണം ഇത് കൗൺസിലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്തപ്പൂ ഇട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയുണ്ട്, ഒരുങ്ങിയത് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? ഇനി തൊട്ടടുത്തൊരു പാർക്കുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ, ഇതൊക്കെയുള്ളൂ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ പാർക്കിലൊക്കെ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇപ്പോൾ സമയം 2 മണിയായി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇനി പായസം ഉണ്ടാക്കിയിട്ട് വേണം സദ്യ കഴിക്കാൻ. പാർക്കിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും പറിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഒരു വിഷമം. ഒരുപാട് പൂക്കൾ, മുക്കിന് പൂക്കൾ. അതെല്ലാം അത്തപ്പൂ ഇടാൻ നല്ലതുമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റിയില്ല. ഇനിയിപ്പോൾ സമയം കളയണ്ട. ഞാൻ റൈസ് പാലട പായസം മിക്സാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. ഇനി ഞാൻ സദ്യയൊക്കെ ഒരുക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഡ്രസ്സൊന്നും മാറ്റിയില്ല കേട്ടോ. ഈ വേഷത്തിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഈ വേഷത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേത് ഉത്രാടത്തിൻ്റെ അന്ന് കുഴഞ്ഞ് മറിഞ്ഞൊക്കെയല്ലേ ഉണ്ടാക്കിയത്. അപ്പം നല്ല ഫ്രഷായിട്ട് റെഡി ആയിട്ട് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പായസം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ടാക്കാനായിട്ട്. പാല് ഇത്രയും വേണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ ചേട്ടൻ പായസം കുടിച്ചോളാമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 2-3 ദിവസം ഇരിക്കുമല്ലോ പായസം ആയതുകൊണ്ട്. സോ അങ്ങനെ പായസം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഈ ഇന്നലെ ഉണ്ടാക്കി വെച്ച സദ്യയൊക്കെ ഒന്ന് ചൂടാക്കണം, കഴിക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാൻ പോകും. കാരണം സദ്യ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ വരിഞ്ഞ് മുറുക്കിയിരുന്നാൽ ശരിയാവത്തില്ല. ലൂസ് ഡ്രസ്സൊക്കെ ഇട്ട് പൈജാമയൊക്കെ ഇട്ട് വന്നിരുന്നാലേ അതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമേ. അങ്ങനെ ഞാൻ പൈജാമയൊക്കെ ഇട്ട് സദ്യ വട്ടങ്ങളൊക്കെ വിളമ്പി. ഞാൻ അമ്മയോട് വിളിച്ച് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് വിളമ്പണ്ടേന്ന്. അങ്ങനെ എൻ്റെ രീതിയിലും ഒക്കെ ഒരു ഊഹത്തിനൊക്കെ ഞാൻ വിളമ്പി. ഒരു ഓണം വൈബ് ഞാൻ എൻ്റെ ടേബിളിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമേ പരിപ്പും പപ്പടവും കൂടെ പൊട്ടിച്ച് വിളമ്പാണ്, പൊട്ടിച്ച് കഴിക്കുകയാണ്. എനിക്ക് കൊതി വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് പറയുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ മൈ ഗോഡ്, ഇത് ഞാൻ തന്നെയാണോ ഉണ്ടാക്കിയത്? സൂപ്പറായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഈ പരിപ്പ് ചെറുപയർ കൊണ്ടുള്ള പരിപ്പല്ല കേട്ടോ, ഇത് ടൂർ ദാൽ കൊണ്ട് പരിപ്പ് ഉണ്ടാക്കിയത്. കാരണം ചാറ്റ് GPT പറഞ്ഞാൽ അതായിരിക്കും എളുപ്പം. കാരണം എന്തായാലും സാമ്പാറിൻ്റെ കൂടെ തോരപ്പരിപ്പ് ഇടുമല്ലോ. അപ്പം അതിൻ്റെ ബാക്കി കൊണ്ട് പരിപ്പ് ഉണ്ടാക്കിയാൽ മതി എന്ന് ചാറ്റ് GPT തന്നൊരു ഐഡിയ ആണ് ഇത്. ഞാൻ വിചാരിച്ച ഫ്ലോപ്പ് ആവുന്നു, പക്ഷെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ, പിന്നെ കാണാം. സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ, സാമ്പാർ, മോരുകറി, പായസം. ഞാൻ പെട്ടെന്ന് കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്തു പോവുക. ഒന്നാമത് വിൻ്റർ സീസൺ അല്ലേ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ സ്പീഡിന് കഴിക്കുന്നതൊന്നും സംസാരിക്കാതെ. പിന്നെ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ സമയം 3:45. അപ്പം രാവിലെ ഒരു സ്മൂത്തി കഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായി. പിന്നെ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് വിശപ്പ് കൂടി. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഒന്നും സംസാരിക്കാതെ അങ്ങ് കഴിക്കുന്നത്. സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി
നേരെ കിടന്നൊന്ന് ഉറങ്ങണം കേട്ടോ, കുറച്ച് നേരമെങ്കിലും. അതാണ് പതിവ്. സത്യം വെച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും. എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് തന്നെ നല്ല അഭിമാനം കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും കൂട്ടം കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നും അതും നല്ല ടേസ്റ്റി ആയിരിക്കുമെന്നും ഒന്നും. ആൻഡ് ഓഫ് കോഴ്സ് ഇത് ഉത്രാടത്തിൻ്റെ അന്നേ ഇത് ചെയ്തു വെച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ തിരുവോണത്തിൻ്റെ അന്ന് നല്ല ലാവിഷായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് വന്ന് കുക്ക് ചെയ്യുന്നത് പോസിബിൾ അല്ല ഓഫ് കോഴ്സ്. പക്ഷെ എങ്ങനെയായാലും ഐ മാനേജ് ടു ബ്രിങ് ദറ്റ് ലിറ്റിൽ ഓണം വൈബ് ഇൻ മൈ ഹോം ആസ് വെൽ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. സമയം 5 മണിയായി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you in my next vlog. Till then, ta-ta!